എന്നെ തട്ടിക്കോട്ട് പോകാതെ നാട്ടുകാരെ ഓടി വരണേ. യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? പട്ടിയെ പോലെ ഇത് പണിയെടുക്കുന്നു. എല്ലാവർക്കും ഡാഡി ഗിരിജ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇപ്പൊ 2 വാക്ക് സംസാരിക്കാനായിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രഭുവിനെ ക്ഷണിക്കുന്നു. നന്ദി നമസ്കാരം. നമ്മളിന്ന് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഡാഡി ഗിരിജയോട് ചോദിക്കാം. ഡാഡി ഗിരിജ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. സർപ്രൈസ് ആയിട്ട് പോവാ. ചെല്ലരുതെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് പോയി ഒന്ന് നോക്കാം. ആ വിശേഷങ്ങളിലേക്ക് കടക്കാം. കൂടെ നമ്മുടെ സ്വന്തം അനാമിക വിഷ്ണു ടോപ്പിക്കിലെ വിഷ്ണു വിജിലന്റ് ഇതാ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അനാമിക തട്ടിക്കൊണ്ട് പോവാ അവര്. അനാമിക എവിടെ? അനാമികയും കുഞ്ഞു വീട്ടിലാ. എന്നെ തട്ടിക്കോട്ട് പോകാതെ നാട്ടുകാരെ ഓടി വരണേ. എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല മധുരമുണ്ട്. ഉണ്ണിയുടെ കരിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഇത് വെച്ച് വലിച്ചിട്ടു. അമ്മ കുടിക്കുന്ന സൗണ്ട് മാത്രം. നല്ല രുചിയുണ്ട്. തേങ്ങയായില്ല. കരിക്ക് എത്ര വളർന്നിട്ടില്ലല്ലേ? തേങ്ങ പരിവായില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം പത്തനാപുരത്തായി. പത്തനാപുരം നമ്മുടെ നാട് പത്തനാപുരം. നമ്മുടെ നാട് പത്തനാപുരം. നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം. അതെ, വർഷം ഇവിടെ ജനിച്ചു ഇവിടെ തന്നെ. അതെ, ഈ റോഡില്. അമ്മയുടെ കൂടെ ക്യാമറയുടെ മുന്നിൽ ഞാൻ പാടാറില്ല. ഇതെന്നാ നമ്മൾ എത്താറായോ? ഒരാളവിടെ പോത്ത് പോലെ അമ്മ ഇവിടെ ഉറങ്ങിയാണ്. നമ്മുടെ പിന്നെ ആളിന് വണ്ടി ഓടിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു. അതെ അതെ, ഞാനാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. ഉണ്ണിയേട്ടൻ വണ്ടി ഓടിക്കുന്ന എങ്ങനെന്ന് പറഞ്ഞു കൊടുക്കും. അതെ, ഞാൻ വഴി പറഞ്ഞു കൊടുക്കും. വീടി പോയി അമ്മക്ക് ഉറക്കം വരും. കുഴി നോക്ക്. നമ്മള് എത്താറായിരിക്കുന്നു. എവിടെ പോന്നേ നമുക്കിപ്പൊ അറിയാം അല്ലേ? അതെ അതെ, യെസ്. വഴി മൊത്തം തെറ്റിപ്പോയല്ലേ? നമ്മള് ചുറ്റും കറങ്ങിക്കൊണ്ട് വലിയൊരു വഴിയാണ്, തോട്ടമാണ്. എനിക്ക് സത്യത്തിൽ പേടി വരുന്നത്. ഇവരെന്നെ എവിടെ കൊണ്ടുപോകാന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. മഴ മൊത്തം മാറിപ്പോയി. അളിയനാന്ന് എന്നെ തട്ടിക്കൊണ്ട് തെങ്കാശിയിലെക്കാണ്ട് കൊണ്ടുപോയി എന്റെ കിഡ്നി കൊടുക്കാൻ. അതേതാ എന്തെടുക്ക? എനിക്ക് തെറ്റിപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. തെറ്റിപ്പഴം ഫ്രൂട്ടാണോ? എന്റെ ഫ്രൂട്ട് ഇന്നാണ് അളിയാ. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ആളുണ്ട്. ഞങ്ങളന്നേരം താഴെ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് അവിടെ പട്ടികൾ. അന്നേരം ഇങ്ങനെ വരാം. ജോലി ചെയ്യുന്നവരും കുടിക്കുന്ന നമ്മളും. അമ്മ കൂടെ ഒരാൾ വരുന്നുണ്ടല്ലേ? ഇപ്പൊ നമ്മള് ആ ആളെ കാണാൻ വേണ്ടി പോവുകയാണ്. ആരാണെന്ന് ഇപ്പൊ അറിയാം. ഇത് ഞങ്ങളിപ്പോ പുതിയതായിട്ട് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നെ കേട്ടോ. എനിക്കിപ്പോ ഇവിടെ ഒരു വീട് വെക്കാനൊക്കെ ഉണ്ടാ. ഈ 2 മല, ഈ 30 ഏക്കർ മേടിച്ചത് നീയാണോ? പട്ടിപ്പെടാതെ കേട്ടിട്ടുണ്ടോ? അമ്മ അപ്പൊ ഇത് ഇത്രയും ഉണ്ണെണ്ണാണെങ്കിൽ എനിക്ക് എവിടെ ഇത്രയും ഉണ്ടാവും അമ്മ? രാവിലെ ഇവിടെ ജിമ്മിന് പോകണമെന്ന് പറയത്തില്ലേ? ഇവിടെ അവിടെ നിന്ന് ഈ അമ്മൂമ്മ എടുത്തു വരാന്ന്. അമ്മ അനാമിക്കോ? അനാമിക്ക് ഇതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന ചുറ്റിനും കിടക്കുന്ന മല മൊത്തം അവളത് വെട്ടി തളിച്ചോളൂ. നമ്മുടെ ട്രാക്ടർ ഓടുന്ന സ്ഥലമാണ്. നമ്മുടെ സൈറ്റിൽ വന്നത്. നമ്മുടെ ട്രാക്ടർ അവിടെ കൊണ്ട് ഓടുന്നുണ്ട്. നമ്മുടെ ബോസിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പൊ ബോസ് ആണ് ഇന്നത്തെ നമ്മളെ കാണാൻ വന്ന സ്പെഷ്യൽ അതിഥി അല്ലേ? അതെ അതെ, യെസ് ബോസ്. ആരാടാ പണിക്ക് പോകുന്നില്ല, പണിയെടുക്കുന്നില്ലെന്ന് പറയുന്നത്? പട്ടിയെ പോലെ ഇത് പണിയെടുക്കുന്നു. ഡെയിലി രാവിലെ വെളുപ്പിനൊരു 6:30-7 മണിയൊക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് ജോലിക്കായിട്ട് ഇറങ്ങുന്ന ആളാണ് നമ്മുടെ ബോസ്. വൈകിട്ട് ഒരു 7-8 മണി, ചില ദിവസങ്ങളിൽ 10 മണി വരെയെങ്കിലും
ഒക്കെ നിന്നിട്ടുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. അപ്പം അത്രയും ജോലിയുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ടാണ് ഇവിടെ പുനലൂർ കരവാളൂര് സൈഡ്, ഇതവിടെ മാവിള ഈ ഭാഗത്തായിട്ടാണ് ഇപ്പം ജോലി ഉള്ളത്. കഴിഞ്ഞ ആഴ്ച മുമ്പ് അങ്ങാടിക്കലായിരുന്നു, കൊടുമൺ അങ്ങാടിക്കലായിരുന്നു. ഇനിയിപ്പം ഇന്നും കൂടെ ഉള്ളൂ ഇവിടെ. ഇനി അടുത്ത ദിവസം മുതൽ വേറെ സ്ഥലത്താണ്, വേറെ സൈറ്റ്. ഇത് നമ്മുടെ സ്വന്തം ട്രാക്ടർ തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഓടിക്കുക എല്ലാം ചെയ്യുന്നത് നമ്മുടെ ബോസാണ്. അപ്പുറമായിരുന്നു അവിടെ തടി. ഇത് പറക്കാറുണ്ട്. വെള്ളം കുടിക്കാൻ വന്നതാണ്. അവിടെ വെള്ളം ഇല്ലാത്തോണ്ടാ അത് നാരങ്ങ കുടിക്കാൻ വന്നത്. എന്താ ഇവിടെ ഞങ്ങൾ അവിടെ നിങ്ങളിപ്പോ നോക്കുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഞങ്ങൾ നോക്കണ്ടേ? സൂപ്പർവൈസർമാരാ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന സൂപ്പർവൈസർ. വീഡിയോ കാണുന്നവർക്ക് മരം മുറിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കണം. ഞങ്ങൾ കത്താളായിട്ട് ഒന്ന് മുറിച്ചു തരും. ഞങ്ങളുടെ ബോസ് വരും അല്ലേ? നമ്മുടെ ട്രാക്ടർ ഏത് റോഡിലും ഇങ്ങനെ കുന്നിലും കുഴിയിലും എല്ലാം ഇങ്ങനെ നമ്മുടെ ട്രാക്ടർ ഓടും. ഞങ്ങളങ്ങനെ നിങ്ങളിപ്പോ ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൈറ്റുകളിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സൈറ്റിലും. ഒരു സ്പെഷ്യൽ ആളെ കാണാൻ വന്നു പറഞ്ഞിട്ട് കണ്ടോ? കണ്ട്, പക്ഷെ കൊടുത്തില്ലെന്നോ? ഞാൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നീ കേറി വന്നില്ല. ഒരുമാതിരി സേവ് ദ ഡേറ്റിൽ ഫോട്ടോ വലിയ ശല്യം. അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ, അതായത് മരം മുറിക്കാനുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം. ബോസ് ചെയ്തു തരും. നമുക്ക് സ്വന്തമായിട്ട് ട്രാക്ടറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വന്ന് ചെയ്തു തരും. അമ്മക്ക് 50 വയസ്സുണ്ടെന്നായിരുന്നു പറയുന്നത്. ചില ആൾക്കാര് അമ്മയ്ക്ക് 50 വയസ്സ് 60 വയസ്സ് എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് തന്നെ ഉണ്ട് 50 വയസ്സ്. അമ്മയ്ക്ക് 50 കാണുമോ? യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് യഥാർത്ഥത്തിൽ 43 വയസ്സ്. ഈ സെപ്റ്റംബർ ആകുമ്പോ എനിക്ക് എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം നടന്നു. 19ാമത്തെ വയസ്സിൽ എന്റെ ഉണ്ണി ഉണ്ടായി. ഉണ്ണിക്ക് ഇപ്പം 25 വയസ്സായി. അപ്പൊ എത്ര വയസ്സായി? 18ാമത്തെ വയസ്സിൽ ഞാൻ ഒളിച്ചോടി. സെപ്റ്റംബർ ആകുമ്പോ അമ്മയ്ക്ക് 44 വയസ്സാവും. ഇപ്പൊ 43. അത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അഷ്ടമി രോഹിണി നാളിൽ ജനിച്ചതാണ് ഞാൻ. അതാ കൃഷ്ണന്റെ ഒരു അതെ, അല്ലല്ല, കൃഷ്ണന്റെ ഒരു ഐശ്വര്യം, എനിക്ക് അനുഗ്രഹം. അതേപോലെ കൃഷ്ണന് ഭാര്യമാരും ഉണ്ട്, അതേപോലെ എനിക്ക്. ഇതിന്റെ ഒരു കുറവുണ്ട്. തുള്ളിയാ മതി. കനകാട്ടം പാത്തിരിക്കേ, മയിലോട്ടം പാത്തിരിക്കേ. ഇത് ഒരു മാതിരിയാട്ടോ. ഇത് എന്നാ ഗായ്സ്, ഇത് ചെമ്പകം ആണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചെടി അറിയാമെങ്കിൽ പറയൂ, ചെമ്പകം ആണോ എന്നുള്ളത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്പകം എന്നാണോ പറയുന്നത്? ഇതിന് പറയുന്നത് അംബുജം. സർവസുഗന്ധി എന്ന് പറയുന്ന ഒരു മരം അവിടെ നിപ്പുണ്ട്. ആ മരത്തിന്റെ ഇല മറ്റേ ബിരിയാണിക്കകത്തിടാനും വെള്ളം ചൂടാക്കാനൊക്കെ നല്ലതാന്നിങ്ങനെ പറഞ്ഞു. ഞാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബോസ്, അതാരാ പറിച്ച ആളാരാ? മാമന്റെ മോൻ. അപ്പൊ നമ്മുടെ ബോസിന്റെ മാമന്റെ മോനാണ്. നമുക്കത് കുറച്ച് പറിച്ചു തന്നിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. അതെ, ഇതിന്റെ വെള്ളം കുടിച്ചിട്ട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതാണ്. കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതേ കിഡ്നി മാത്രമല്ല, ഇപ്പൊ ബാധ ഒഴിപ്പിക്കുന്നുണ്ട്. ചിലവര് പൈസ നമ്മളൊരു സ്പെഷ്യൽ ആളെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നത്. ഞാനാണ് ആ സ്പെഷ്യൽ. മാവടിയിലെ മെയിൻ ബാധ ഒഴിപ്പിക്കുന്ന ആളാ. ഒന്ന് കാണിച്ച് ഞങ്ങളന്നേരം ഇപ്പം തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഏട്ടൻ രാവിലെ ബൈക്കിലാ വന്നേ. അപ്പൊ അത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് എന്നെ കൊണ്ടുവന്നു. ബൈക്കും കൊണ്ട് അവൻ പോവും. ഏട്ടൻ നമ്മളെ ട്രാക്ടറിനകത്ത് ഏട്ടൻ വരും. ഞങ്ങള് വന്ന പോലെ തിരിച്ചു പോകുന്നു. കുഴപ്പമില്ല, പയ്യെ നല്ലോണം ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. ചിലർക്ക് അതുപോലെ കമന്റുകൾ ഉണ്ടായിരുന്നു. ടാറ്റാ, ബൈ ബൈ.
ഒരാള് ട്രാക്ടറെ കയറണമെന്നും പറഞ്ഞുകൊണ്ട് വഴിയിൽ ഇറങ്ങി പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം വരുന്നത് കാണാൻ.